ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് മഹാജനപദങ്ങൾ അഥവാ ആദ്യകാല രാഷ്ട്രങ്ങൾ എന്ന ടോപ്പിക്കാണ്. വജ്ജി എന്ന രാഷ്ട്രത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ബുദ്ധകൃതിയാണ് ദിഘാനിക. ആ ദിഘാനിക കൃതിയിൽ വജ്ജി എന്ന രാഷ്ട്രത്തെക്കുറിച്ച് പറയുന്ന കുറച്ച് വാക്യങ്ങൾ അഥവാ വിവരണമാണ് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അത്തരത്തിൽ കൂടിച്ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുക്കുന്ന കാലത്തോളം, ഒന്നിച്ച് പ്രവർത്തിക്കുന്ന കാലത്തോളം, മുതിർന്നവരെ ബഹുമാനിക്കുകയും പിന്തുണയ്ക്കുകയും ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുന്നിടത്തോളം, വജ്ജിയിലെ സ്ത്രീകൾ സ്വതന്ത്രരായി ജീവിക്കുന്ന കാലത്തോളം, ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള ആരാധനാലയങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം, വ്യത്യസ്ത വിശ്വാസങ്ങൾ പിന്തുടരുന്നവർക്ക് അവിടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്നിടത്തോളം, അവർ ബഹുമാനിക്കുന്ന കാലത്തോളം വജ്ജി നിലനിൽക്കും. വജ്ജി എന്ന രാഷ്ട്രത്തെപ്പറ്റി ദിഘാനികയിൽ ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വജ്ജിയിലെ ഭരണസമ്പ്രദായത്തിലെ സവിശേഷതകൾ നോക്കാം. ആദ്യമായി കൂടിച്ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. ഒന്നിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. മുതിർന്നവരെ ബഹുമാനിക്കുകയും പിന്തുണയ്ക്കുകയും ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്തിരുന്നു. കൂടാതെ സ്ത്രീകൾ സ്വതന്ത്രമായി ജീവിച്ചു പോന്നിരുന്നു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള ആരാധനാലയങ്ങൾ നിലനിൽക്കുന്നു. വ്യത്യസ്ത വിശ്വാസങ്ങൾ പിന്തുടരുന്നവർക്ക് അവിടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. ഏകദേശം 2300 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ബുദ്ധകൃതിയാണ് ദിഘാനികായ. BC 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലുണ്ടായ നിരവധി രാഷ്ട്രങ്ങളിൽ ഒന്നു മാത്രമാണ് വജ്ജി എന്ന് പറയുന്നത്. വേദകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഗോത്രസമൂഹ വ്യവസ്ഥ അറിയപ്പെട്ടിരുന്നതാണ് ജന എന്ന് പറയുന്നത്. കൃഷി വ്യാപകമായതോടെ ഗോത്രസമൂഹങ്ങൾ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. സ്ഥിരമായി താമസിക്കാൻ തുടങ്ങിയ ഗോത്രസമൂഹങ്ങൾ പിന്നീട് അറിയപ്പെട്ടതാണ് ജനപദങ്ങൾ എന്ന് പറയുന്നത്. ജനപദം എന്നാൽ ജനം അധിവസിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. തീ ഉപയോഗിച്ച് കാടുകൾ കത്തിച്ച് കൃഷിയിടങ്ങളും താമസമേഖലകളും രൂപപ്പെടുത്തി. ശേഷം അവിടെ ജനങ്ങൾ സ്ഥിരമായി താമസിച്ചു. ഇങ്ങനെയാണ് ജനപദങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത്. പിൽക്കാല വേദങ്ങൾ വിവിധ ജനപദങ്ങളെപ്പറ്റി പരാമർശിക്കുന്നുമുണ്ട്. കൃഷിയോടും മണ്ണിനോടുമുള്ള ഇടപിരിയാത്ത ബന്ധം വളർന്നു വന്നത് അവരവരുടെ പ്രദേശം എന്ന കാഴ്ചപ്പാട് രൂപപ്പെടുത്തി. ഇങ്ങനെയാണ് രാഷ്ട്രരൂപീകരണം യാഥാർത്ഥ്യമായി തീർന്നത്. 16 രാഷ്ട്രങ്ങളെപ്പറ്റി പറയുന്ന ബുദ്ധകൃതിയാണ് അംഗുത്തര നികായ. 16 രാഷ്ട്രങ്ങൾ അറിയപ്പെടുന്നത് മഹാജനപദങ്ങൾ എന്ന പേരിലാണ്. മഹാജനപദങ്ങൾ രൂപപ്പെട്ട കാലഘട്ടത്തിലെ മാറ്റങ്ങൾ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് രണ്ടാം നഗരവൽക്കരണം എന്നതായിരുന്നു. ഇനി 16 മഹാജനപദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അംഗം, മഗധ, വഞ്ചി, മല്ല, കാശി, കോസലം, വത്സ, കുരു, പാഞ്ചാലം, മത്സ്യ, ശൂരസേന, കംബോജം, ഗാന്ധാരം, അവന്തി, അശ്മകം, ചേതി തുടങ്ങിയവയാണ് 16 മഹാജനപദങ്ങൾ എന്ന് പറയുന്നത്. ഇനി മഹാജനപദങ്ങളിലെ ഭരണസംവിധാനത്തെക്കുറിച്ച് നോക്കാം. കാര്യക്ഷമമായ നികുതി പിരിവ് സമ്പ്രദായവും സ്ഥിര സൈന്യവും നിലവിലുണ്ടായിരുന്നു. കൂടാതെ പ്രധാനപ്പെട്ട 2 നികുതിയാണ് ബലി, ഭാഗ എന്ന് പറയുന്നത്. പാലി ഭാഷയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണുന്ന ബലി എന്ന പദം നികുതിയെയാണ് അർത്ഥമാക്കിയിരുന്നത്. ധാന്യങ്ങൾ, കന്നുകാലികൾ എന്നിവയായിരുന്നു മുഖ്യമായും നികുതിയായി നൽകിയിരുന്നത്. വനങ്ങളിൽ താമസിച്ചിരുന്നവർ വനവിഭവങ്ങൾ നികുതിയായി നൽകി. കരകൗശല തൊഴിലാളികൾ നിശ്ചിത ദിവസം രാജാവിനായി ജോലി ചെയ്തു പോന്നിരുന്നു. ഭരണനിർവഹണത്തിനായി ധാരാളം ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് സേനാനി, പുരോഹിതൻ, ഗ്രാമണി എന്നിവർ. ഇവർ രാജാവിനെ സഹായിച്ചു പോന്നു. രാജാവിനെ സഹായിച്ചിരുന്ന സേനാനി, പുരോഹിത, ഗ്രാമണി എന്നിവരെപ്പറ്റി പരാമർശിക്കുന്ന കൃതിയാണ് ശതപഥ ബ്രാഹ്മണ എന്ന് പറയുന്നത്. മഹാജനപദങ്ങൾക്ക് കോട്ടകളും തലസ്ഥാന നഗരികളും ഉണ്ടായിട്ടുണ്ട്. മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഗധ എന്ന് പറയുന്നത്. മഗധയുടെ വളർച്ചയെപ്പറ്റി നോക്കാം. 16 മഹാജനപദങ്ങൾ തമ്മിൽ അധികാരത്തിനു വേണ്ടി നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇതിൽ അന്തിമമായി വിജയിച്ചിരുന്നത് മഗധയായിരുന്നു. നല്ല മഴ ലഭിക്കുന്ന ഉൽപാദനക്ഷമതയുള്ള പ്രദേശമായിരുന്നു മഗധ. ധാരാളം ഇരുമ്പരി നിക്ഷേപവും ഉണ്ടായിരുന്നു. അതിനാൽ ഉപകരണങ്ങൾക്കും ആയുധങ്ങൾക്കും ആവശ്യമായ ഇരുമ്പ് ലഭ്യമായി. അക്കാലത്ത് യുദ്ധങ്ങളിൽ ആനകൾ പ്രധാന ഘടകമായിരുന്നു. മഗധയിലെ വനങ്ങളിൽ ആനകൾ യഥേഷ്ടം ഉണ്ടായിരുന്നത് മഗധയുടെ യുദ്ധവിജയം ഉറപ്പുവരുത്തുകയും ചെയ്തു. ഗംഗയും അതിൻ്റെ പോഷക നദികളും ചരക്ക് ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തു. ബിംബിസാരൻ, അജാതശത്രു തുടങ്ങിയ കഴിവുറ്റ ഭരണാധികാരികളും